തമിഴ് നടൻ ധനുഷും തമിഴിന്റെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ മകൾ ഐശ്വര്യ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചത് വലിയ വാർത്തയായിരുന്നു. 2022 മുതൽ വേർപിരിഞ്ഞു കഴിയുന്ന ഇരുവരും ചെന്നൈ കുടുംബ കോടതിയിലാണ് വിവാഹമോചന ഹർജി സമർപ്പിച്ചത്. പരസ്പര സമ്മതത്തോടെയുള്ള അപേക്ഷയാണ് നൽകിയത്. വിവാഹം കഴിഞ്ഞ് 18 വർഷത്തിനു ശേഷമാണ് വേർപിരിയാമെന്ന തീരുമാനത്തിലേക്ക് ഇരുവരും എത്തിയത്. ഇതിന് പിന്നാലെ താരങ്ങളെ പറ്റിയും അവരുടെ പ്രണയകഥയും ഒക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇപ്പോഴത്തെ ധനുഷിന്റെ സംവിധാനത്തിൽ റിലീസിനൊരുങ്ങുന്ന പുതിയ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രൊമോഷൻ തിരക്കുകളിലാണ് താരം. ഇതിനോടനുബന്ധിച്ച് നടന്റെ വ്യക്തി ജീവിതത്തെ പറ്റിയുള്ള ചില കഥകളും പ്രചരിക്കുകയാണ്. 2004 സൂപ്പർ താരം രജനീകാന്തിന്റെ മൂത്ത മകളെ താൻ വിവാഹം കഴിക്കുകയാണെന്ന് ധനുഷ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതിനു മുൻപ് താരങ്ങളുടെ പേരിനൊപ്പം നിരവധി കഥകൾ പ്രചരിച്ചിരുന്നു. ഒടുവിൽ കിംവദികൾ വന്നതോടെയാണ് താരങ്ങൾ പ്രണയത്തിലായതെന്ന കഥയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നർത്തകി, സംവിധായിക എന്നിങ്ങനെ പല മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള താരമാണ് ഐശ്വര്യ. ധനുഷിന്റെ പേരിനൊപ്പം പല കഥകളും പ്രചരിപ്പിച്ചപ്പോൾ തങ്ങൾ വെറും സുഹൃത്തുക്കളാണെന്നാണ് താരപുത്രി പറഞ്ഞത്. പിന്നീട് ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന കിംവദികളോടെയാണ് ഇരുവരുടെയും പ്രണയകഥ ആരംഭിച്ചതെന്ന് ഒരു അഭിമുഖത്തിൽ ധനുഷ് പറഞ്ഞിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഭാര്യയായ ഐശ്വര്യയെ എങ്ങനെ കണ്ടുമുട്ടി എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു നടൻ. 2003 കാതൽ കൊണ്ടേൻ എന്ന തന്റെ സിനിമയുടെ ആദ്യ ദിന ഷോയ്ക്കിടെയാണ് തിയേറ്റർ ഉടമ രജനീകാന്തിന്റെ മക്കളായ ഐശ്വര്യയെയും സൗന്ദര്യയെയും എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. അന്ന് ഞങ്ങൾ പരസ്പരം ഹായ് പറഞ്ഞു പോയി. അടുത്ത ദിവസം ഐശ്വര്യ എനിക്കൊരു പൂച്ചെണ്ട് അയച്ചു. നന്നായി പ്രവർത്തിക്കണമെന്ന് ഒരു മെസ്സേജും അതിൽ എഴുതിയിരിക്കുന്നു. ഞാനത് വളരെ ഗൗരവത്തോടെയാണ് എടുത്തത്. അവൾക്ക് എന്നേക്കാൾ 2 വയസ്സ് കൂടുതലുണ്ട്. എങ്കിലും ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. പരസ്പരം ഇഷ്ടത്തിലായതോടെ വീട്ടുകാരെയും കാര്യം അറിയിച്ചു. ഇരു കുടുംബങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ ബന്ധവുമായി മുന്നോട്ടു പോകാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. തങ്ങളുടെ വിവാഹത്തിൽ കുടുംബങ്ങൾ കൂടുതൽ സന്തോഷിച്ചുവെന്നുമാണ് ധനുഷ് മുൻപ് പറഞ്ഞത്. രജനീകാന്തിനേക്കാളും സിമ്പിളാണ് ഐശ്വര്യ എന്നാണ് ധനുഷ് പറഞ്ഞിട്ടുള്ളത്. ഐശ്വര്യ അവളുടെ അച്ഛനേക്കാൾ 100 ഇരട്ടി സിമ്പിളാണ്. അവൾ എല്ലാവരോടും തുല്യമായിട്ടേ പെരുമാറുള്ളൂ. ആരോടും ചങ്ങാത്തം കൂടും. അവൾ നല്ലൊരു സ്ത്രീയാണെന്നും അമ്മയാണെന്നും ഒക്കെയാണ് ധനുഷ് ഐശ്വര്യയെ പറ്റി പറയാറുള്ളത്. 2004 നവംബർ 18 രജനീകാന്തിന്റെ വസതിയിൽ വെച്ച് ധനുഷും ഐശ്വര്യയും തമ്മിലുള്ള വിവാഹം പരമ്പരാഗതമായ രീതിയിൽ നടക്കുന്നത്. അന്ന് 100 കണക്കിന് ആളുകളാണ് നവദമ്പതികളെ ആശംസിക്കുന്നതിനായി വീടിന് പുറത്ത് തടിച്ചുകൂടിയത്. തമിഴ്നാട്ടിൽ നടന്ന ഏറ്റവും വലിയ വിവാഹങ്ങളിൽ ഒന്നായി അത് മാറുകയും ചെയ്തു. ഭാഷാ വ്യത്യാസമില്ലാതെ സിനിമാ മേഖലയിലെ പ്രമുഖരും രാഷ്ട്രീയക്കാരും പങ്കെടുത്ത താരവിവാഹമായിരുന്നു ഇവരുടേത്. പിന്നീട് യാത്രാരാജ്, ലിംഗരാജ് എന്നിങ്ങനെ 2 ആൺമക്കളും താരങ്ങൾക്ക് ലഭിച്ചു.